അപ്പം നമ്മളിന്ന് ഒരു സർപ്രൈസ്, ഡേവിഡിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ കാറയിൽ എല്ലാവരും ഉണ്ട്. ജെനിഫറും ഡേവിഡും സ്നേഹയും ഞാനെല്ലാം ഉണ്ട്. അപ്പോൾ പയ്യെ അങ്ങോട്ട് പോവാണ്. സർപ്രൈസ് എന്താണെന്ന് പറയുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഡേവിഡ് കുറച്ച് നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അതുപോലെ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നതാണ് വിൻ്ററിൽ നമുക്ക് ഈ സംഭവം മേടിക്കാമെന്ന്. പക്ഷേ പിന്നീട് അത് നമ്മൾ അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. അപ്പോൾ അവിടെ പോയി കളക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധന സാമഗ്രികളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാൻ. ഡേവിഡ് ഇങ്ങനെ ഓരോ മിനിറ്റിലും ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പോൾ അധികം താമസിയാതെ എത്തും. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ സർപ്രൈസ് ഇതായിരുന്നു. വീട്ടിലേക്ക് ഒരു 4 കോഴീനെ മേടിക്കുന്നത് മുട്ടയുടെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ നമുക്ക് വാട്ടർഫോർഡിൽ അങ്ങനെ ഒരു ഫാം ഇല്ലാത്തതുകൊണ്ട് ലിമറിക്കിൽ നിന്നുള്ള അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് ഇങ്ങനെ നാഷണൽ വൈഡ് ഡെലിവറി ഉണ്ട്. അങ്ങനെ ഇന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് വരാൻ പറഞ്ഞു. അവർ പറഞ്ഞനുസരിച്ചിട്ടൊരു ബോക്സൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ അവിടെ ഡേവിഡാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പുള്ളിക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു, പക്ഷേ ഈ കാറ് കണ്ടപ്പം പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞതനുസരിച്ചിട്ട് 4 കോഴീനെ. അപ്പോൾ ഈ കോഴി ഇപ്പോൾ ഒരു 14 വീക്സാണ്. അപ്പോൾ അവർ പറയുന്നത് 12 വീക്സാണ്. അപ്പോൾ ഒരു 7 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഇത് മുട്ടയിടാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 4 കോഴീനെ, കോഴിക്ക് ഒന്നിന് 12 യൂറോ വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് മുട്ടയിടുന്ന ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് ചോദിച്ചതും അവർ കൊണ്ടുതന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു, എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെ കൊടുക്കരുത്, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ, പിള്ളേരെ എങ്ങനെ പിള്ളേരിത് നോക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. അതുകൊണ്ട് 3 പേര് കൂടി പിടിച്ചോണ്ടാണ് 4 കോഴീനെ കാറെ കയറ്റാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഏതായാലും ഭയങ്കര ആദ്യമായിട്ട് നമുക്കിങ്ങനെ വീട്ടിൽ പട്ടി പൂച്ച അങ്ങനെയൊക്കെ ഒന്ന് മേടിക്കണം എന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഇപ്പം നമ്മൾ ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോൾ അതിനെയൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കോഴീനെ മേടിച്ചു. കോഴിയാകുമ്പോൾ കുഴപ്പമില്ല, അടുത്തുനിന്ന് ആരെങ്കിലും ഒന്ന് നോക്കി വെള്ളവും മറ്റേ തീറ്റയൊക്കെ ഒന്ന് മേക്ക് ഷുവർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് ഒരു പെറ്റിനെ മേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോഴീനൊക്കെ മേടിച്ച് നേരെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഒരു പെറ്റ് സ്റ്റോറിലേക്ക് വന്നു. പെറ്റ് സ്റ്റോറിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് കോഴിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾക്ക് മേടിക്കണം. അതിൻ്റെ തീറ്റയും അതുപോലെ അതിന് മുട്ടയിടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കച്ചിയൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു. അയർലൻഡിൽ എന്നല്ല യൂറോപ്പിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പെറ്റ്, അതായത് നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ട്. ഇതൊക്കെ പട്ടി പൂച്ച ഇതൊക്കെ തീറ്റ കൊടുക്കുന്ന പാത്രങ്ങളും മറ്റുമൊക്കെയാണ്. അതുപോലെ മറ്റ് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ പട്ടി പൂച്ച ഇതിനെയൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിനെ ഇടേണ്ട പ്രത്യേക കേജാണ്. ഇതിനകത്തിട്ടാണ് നമ്മൾ വിമാനമാർഗം യാത്ര ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അക്വേറിയത്തിൻ്റെ ഒരു ഏരിയയാണ്. അക്വേറിയത്തിൽ വെക്കേണ്ട സാധനങ്ങളും മറ്റ് ഉപകരണങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചിരട്ട തുളച്ച് ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ് ചിരട്ടയ്ക്കൊന്നും വിലയില്ലാത്തത്. പല രീതിയിൽ അതിനെ ഉപയോഗിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ പല രൂപത്തിലും മുഴുപ്പിലുമുള്ള ഒരുപാട് അക്വേറിയങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അവർ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ. ചെറുതൊക്കെ ആണെങ്കിൽ മീനുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ഡിസ്പ്ലേ അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ നാട്ടിലൊക്കെ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ബാക്കിയാണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരുപക്ഷെ അങ്ങനെ കൊടുക്കുമായിരിക്കും. നമ്മളത് വളർത്താത്തതുകൊണ്ട് അറിയത്തില്ല. പക്ഷേ ഇതിനു വേണ്ടി പ്രത്യേകം അതിൻ്റെ ഒരു ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഫുഡ് ഇവിടെ ഉണ്ട്. പെറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു സ്റ്റോറാണിത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടുന്ന ഒരു ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ തന്നെ വരണം എന്നൊരു നിർബന്ധമില്ല. എവിടെ പോയി കഴിഞ്ഞാലും ഇതിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാവും. പല രൂപത്തിൽ പല മുഴുപ്പിൽ. ഇതൊക്കെ പട്ടി പൂച്ച ഇതിനൊക്കെ കടന്നുറങ്ങാണ്ട കുഷ്യൻസും ബെഡൊക്കെയാണ്. പല സൈസിലുള്ള വലുതിനും ചെറുതിനുമായിട്ടുള്ള കുഷ്യൻസ്, നല്ല ബെഡൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പട്ടിക്കൊക്കെ ഇങ്ങനെ കുറിക്കാനുള്ള സാധനങ്ങൾ, മീറ്റ് ഐറ്റംസ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുണ്ടാക്കിയ പല രൂപത്തിലുള്ള സാധനങ്ങളാണ്. ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ റിവാർഡൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും.
ഇതൊക്കെ ബീഫിൻ്റെ ബോണൊക്കെയാണ്. അതൊക്കെ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മണിക്കൂറുകളോളം പട്ടി ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നോളും വെറുതെ ഇരിക്കുന്ന സമയത്ത്. ഒരുപാട് ഇങ്ങനെ പല 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 സാധനങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഈ ഷോപ്പിൽ ഇങ്ങനെ കയറാറില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഷോപ്പിനകത്ത് കയറുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നോക്കുക, എല്ലാ സാധനങ്ങളുണ്ട്. അതെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതേ നമ്മുടെ ബീഫിൻ്റെ പശുവിൻ്റെ കുളമ്പില്ലേ, കാലിൻ്റെ കുളമ്പ് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, പട്ടീനെയൊക്കെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. ക്രിസ്മസിന് പ്രത്യേകം ഇടാനുള്ള ജമ്പറുകൾ നമ്മൾ ഇടുന്ന പോലെ തന്നെ പട്ടീനെയും ഇതുപോലെയൊക്കെയുള്ള ഇടിയിക്കാനുള്ള ജമ്പറുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ പട്ടീനെ സ്ട്രാപ്പ് ചെയ്യാനുള്ള, നടക്കാനൊക്കെ കൊണ്ടുപോകുമ്പം സ്ട്രാപ്പ് ചെയ്യാനുള്ള ബെൽറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കാരണം പട്ടീനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാ ദിവസവും നടത്താൻ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഇതിന് ഓവർ വെയിറ്റ് ആവും. ഫുഡൊക്കെ കഴിച്ച് എക്സസൈസ് ഇതിനാവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പട്ടീനെയൊക്കെ നടത്താൻ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ കോഴിക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കച്ചി മേടിച്ചു, നാട്ടിലെ പുല്ലില്ലേ. ഇവിടെ പിന്നെ നമുക്ക് ഇത് കിട്ടാൻ ഇപ്പം പ്രത്യേകിച്ച് വിൻ്റർ ആയതുകൊണ്ട് ഇത് പുറത്തുനിന്നൊന്നും കിട്ടത്തില്ല. ഇല്ലെങ്കിൽ അടുത്തിട്ടുള്ള ഫാമിലോ അല്ലെങ്കിൽ അടുത്തിട്ടുള്ള ഒരു ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. നമ്മളിവിടെ ഒരു 1.5 കിലോ സ്ട്രോ മേടിച്ചു കച്ചി. ഇതിന് ഇവിടുത്തെ പ്രൈസ് 6 യൂറോ. 6 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു 540 രൂപ. അത് മേടിച്ചു. അതൊക്കെ മേടിച്ച് ഇനിയിപ്പം പയ്യെ ബില്ലടയ്ക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ നമുക്ക് നമ്മുടെ കോഴിക്ക് വേണ്ട തീറ്റയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരി അകത്തുനിന്ന് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ഇതാണ്. അപ്പം നമ്മളതിൻ്റെ ഒരു വലിയ പാക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി അകത്തുനിന്ന് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മളൊരു വലിയ പാക്കറ്റ് തന്നെ മേടിച്ചു. നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് പെല്ലറ്റ്, മുട്ടയിടുന്ന കോഴിക്ക് വേണ്ട പെല്ലറ്റ് അത് മേടിച്ച് നമ്മൾ പയ്യെ വീട്ടിലേക്ക് പോവാം. രാത്രിയായി വന്നു കഴിഞ്ഞപ്പം കോഴി വീടൊക്കെ മാറി സ്ഥലമൊക്കെ മാറിയതിൻ്റെ ഇതിൽ രാത്രി ഉറങ്ങാറായി പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ പയ്യെ ഇനിയിപ്പം ഗ്രീൻ ഫോറസ്റ്റിലേക്ക് മാറ്റുക. അവിടെ ഗ്രീൻ ഹൗസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം തൽക്കാലം ഇവരെ ഇവിടെ വിടണം. അത് കഴിഞ്ഞിട്ട് വേണം നാളെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ. പിന്നെ നിങ്ങൾ ഇവിടെ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വേണ്ട, അത് തന്നെ പുറത്തിറങ്ങിക്കോളും. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റായി, ഇരുട്ടാൻ തുടങ്ങി, വെട്ടം കുറവാണ്. ഈ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡ് തന്നെ ഇതുപോലെ മുറിച്ച് ഇന്ന് രാത്രി സെറ്റാക്കി നിങ്ങളവിടെ നിന്ന് പോകും. അപ്പോൾ ഡേവിഡ് ഇത് ഇവിടുന്ന് സ്ട്രോ ഒക്കെ എടുത്ത് അതിനകത്തോട്ട് കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഇഷ്ടം, അവനൊന്ന് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇന്ന് നാളെ വെളുക്കാൻ വേണ്ടി നോക്കിയിരിക്കും പുള്ളി ഇതിനകത്ത് കയറാൻ. അപ്പോൾ കോഴീനെയൊക്കെ മേടിച്ച് കൂട്ടിലാക്കി ഡേവിഡാണ് അതിൻ്റെ എല്ലാം ചെയ്തത് അല്ലേടാ? ഇനിയിപ്പോൾ നാളെ രാവിലെ വന്നിട്ട് വേണം അതിന് തീറ്റയൊക്കെ കൊടുക്കാൻ അല്ലേ? അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഗ്രീൻ ഹൗസിൽ പൊക്കോളും. ഒരു പണിയായി. ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ കോഴിയുമായിട്ടുള്ള ഇവൻ്റെ കുറേ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.